കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാ പഞ്ചഷഷ്ടിതമോധ്യായഃ. 65-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. യമുനാതീരത്തുള്ള പൂങ്കാവനത്തിൽ ബലരാമൻ സ്ത്രീകളോടൊന്നിച്ച് രമിച്ചു കഴിയുകയാണ്. അങ്ങനെ ക്രീഡിക്കുമ്പോൾ ബലരാമനെ ആദരിക്കാൻ വരുണന്റെ കൽപ്പന അനുസരിച്ച് വാരുണീ ദേവി കദംബ വൃക്ഷങ്ങളുടെ പൊത്തിൽ കൂടി ഒഴുകി. ബലരാമനും സ്ത്രീകളും ആ മദ്യം പാനം ചെയ്ത് സന്തോഷത്തോടുകൂടി കാടുകളിൽ സഞ്ചരിച്ചു. ജലക്രീഡയ്ക്ക് വേണ്ടി യമുന നദിയെ അരികത്തേക്ക് വിളിച്ചു. അപ്പോൾ യമുനാ നദി വന്നില്ല. ഭഗവാന് ദേഷ്യം വന്നു. തന്റെ കലപ്പ കൊണ്ട് യമുനയെ തന്നിലെ വലിച്ചാകർഷിക്കാൻ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിന്നെ ഛിന്ന ഭിന്നമാക്കുമെന്ന് പറഞ്ഞു. യമുനാ നദി പേടിച്ച് ദിവ്യരൂപം കൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്ന് നമസ്കരിച്ചു. എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ വൈഭവം അറിയാത്തത് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ബലരാമൻ യമുനയെ വിട്ടയച്ചു. പിന്നെ സ്ത്രീകളുമായി യമുനയിൽ ജലക്രീഡ നടത്തി. ഇന്നും ആ യമുനാ നദി ബലരാമൻ ആകർഷിച്ച വഴിയിൽ കൂടി വളഞ്ഞൊഴുകുകയാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതഃ. പൂർണ്ണചന്ദ്ര കലാമൃഷ്ടേ, പൂർണ്ണചന്ദ്രന്റെ കലകളാൽ സ്പർശിക്കപ്പെട്ടതും കൗമുദീ ഗന്ധവായുന, ആമ്പൽപ്പൂക്കളുടെ ഗന്ധത്തോടു കൂടിയതുമായ കാറ്റിനാൽ സേവിക്കപ്പെട്ടിരിക്കുന്ന യമുനോപവനെ, യമുന സമീപത്തിൽ സ്ത്രീ സമൂഹത്തോടുകൂടി വൃത ചുറ്റപ്പെട്ടവനായി രമേ രമിച്ചു. അപ്പോൾ പൂർണ്ണചന്ദ്ര, അതായത് സന്ധ്യാസമയത്ത് ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന ആ സമയത്ത് സ്ത്രീകളും ഒന്നിച്ച് യമുന തീരത്തുള്ള പൂങ്കാവനത്തിൽ ബലരാമൻ രമിച്ചു. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതഃ. ശ്ലോകം 19. വരുണാ പ്രേക്ഷിതാ ദേവി വാരുണീ വൃക്ഷകോടരാത് പതന്തി തത്വനം സർവം സുഗന്ധേന അധ്യവാസയത്. വരുണാ പ്രേക്ഷിത, വരുണനാൽ അയക്കപ്പെട്ട വാരുണീ ദേവി, അതായത് മദ്യത്തിന്റെ അധിഷ്ഠാന ദേവത, മധുര അധിഷ്ഠാന ദേവത വൃക്ഷകോടര, വൃക്ഷങ്ങളുടെ പൊത്തുകളിൽ നിന്ന് പതിക്കുന്നതായിട്ട് സർവം തദ്വന, വനം മുഴുവനും സ്വഗന്ധേന, അതിന്റെ ഗന്ധത്താൽ അത്യവാസയൻ, സൗരഭ്യമുള്ളതാക്കി തീർത്തു. അപ്പോൾ ഭഗവാൻ ബലരാമൻ സ്ത്രീകളും വെച്ച് ക്രീഡിക്കുന്ന കണ്ടപ്പോൾ വരുണന് സന്തോഷമായി. വരുണൻ എന്ത് ചെയ്തു? ആ വാരുണി ദേവിയോട് പറഞ്ഞു, ആ കദംബ വൃക്ഷങ്ങളുടെ പൊത്തിൽ കൂടി ചെന്ന് ആ ഒഴുകുക. അപ്പൊ അങ്ങനെ ആ മദ്യത്തെ, ആ വനത്തെ മുഴുവനും, അത് ആ നല്ല മണം ആ വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ നല്ല മണം ആ കാട് മുഴുവനും സൗരഭ്യമുള്ളതാക്കി തീർത്തു. ഇതിപ്പോ നിന്ദ്യമായ, നമ്മൾ സാധാരണ പറയുന്ന മദ്യമല്ല ഇത്, പുഷ്പങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് വൃക്ഷകോടരാതെന്ന് പറഞ്ഞു, വൃക്ഷങ്ങളുടെ പൊത്തുകളിൽ നിന്ന് പതിക്കുന്ന പറഞ്ഞത്. വരുണപ്രേക്ഷിതാ ദേവി വാരുണി വൃക്ഷകോടരാത് പതന്തി തത്വനം സർവം സ്വഗന്ധേന അധ്യവാസയത്. ശ്ലോകം 20. തം ഗന്ധം മധുധാരായ വായുനോപഹൃതം ബല ആക്രായോപഗതസ്തത്ര ലലനാഭിസമം പവൗ. തം ഗന്ധം മധുരധാരയ വായുനോ ഉപഹൃതം ബലഹ. വായുനാൽ കാറ്റിനാൽ
ഉപകൃതം സമീപത്തിൽ പ്രാപിക്കപ്പെട്ട മധുധാരയ. അപ്പൊ കാറ്റടിച്ചപ്പോൾ മണം അടുത്തോട്ട് വന്നല്ലോ. മധുധാരയ, മധുധാരയുടെ തം ഗന്ധം, ആ ഗന്ധത്തെ കാറ്റടിച്ചപ്പോൾ അവിടെയെല്ലാം ആ മദ്യത്തിന്റെ ഗന്ധം വരുന്നു. ആക്രായ, അതിനെ മണപ്പിച്ചിട്ട് ബലരാമൻ ലലനാഭി സ്ത്രീകളോടുകൂടി തത്ര അവിടെ ഉപഗതനായി പപൗപാനം ചെയ്തു. അപ്പൊ അവര് ക്രീഡിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മദ്യത്തിന്റെ മണം വരുന്നു. അപ്പൊ ചെന്ന് നോക്കിയപ്പോൾ ആ കദംബ വൃക്ഷത്തിന്റെ പൊത്തിൽ കൂടി മദ്യം ഒഴുകുന്നു. അപ്പൊ ബലരാമൻ വേഗം ചെന്ന് സ്ത്രീകളോടുകൂടി ആ മധു പാനം ചെയ്തു. തം ഗന്ധം മധുതാരായ വായുനോപഹൃതം ബല ആക്രായോപഗതസ്തത്ര ലലനാഭി സമം പപൗ. ശ്ലോകം 21. ഉപഗീയമാന ചരിതോ വനിതാഭിർഹലായുധ വനേഷു വ്യതരത് ക്ഷീഭോ മതവിഹ്വലലോചനഃ. ഉപഗീയമാന ചരിതഃ വനിതാഭിഃ ഹലായുധഃ വനേഷു വ്യതരത് ക്ഷീഭഃ മതവിഹ്വലലോചന. ക്ഷീഭഃ മത്തനും മതവിഹ്വലലോചന മതത്താൽ അലസങ്ങളായ കണ്ണുകളോട് കൂടിയവനും. അതായത് ഈ മദ്യത്തെ കുടിച്ചു കഴിഞ്ഞപ്പോൾ മതത്താൽ അലസമായ കണ്ണുകളോടുകൂടി മതമത്തനായി. വനിതാഭി സ്ത്രീകളാൽ ഉപഗീയമാന ചരിത കീർത്തിക്കപ്പെട്ട ചരിതത്തോടു കൂടിയവനുമായ ഹലായുധ ബലരാമൻ വനേഷു വനങ്ങളിൽ ഗജരത് സഞ്ചരിച്ചു. അപ്പോൾ മദ്യം കുടിച്ച് ഉന്മത്തനായി. അപ്പൊ രാമന്റെ ചരിതങ്ങൾ സ്ത്രീകൾ പാടി. ഇതൊക്കെ കേട്ട് ഉത്സാഹത്തോടുകൂടി ബലരാമൻ കാടുകളിൽ അങ്ങനെ സ്ത്രീകളുമൊത്ത് സഞ്ചരിക്കുകയാണ്. ഉപഗീയമാന ചരിതോ വനിതാഭിർഹലായുധ വനേഷു വ്യതരത് ക്ഷീഭോ മതവിഹ്വലലോചന. ശ്ലോകം 22. ഷഗ്ഗേക കുണ്ടലോ മത്തോ വൈജയന്ത്യാച മാലയ വിപ്രസ്മിത മുഖാംഭോജം സേതപ്രാലേയഭൂഷിതം. ഷഗ് ഏക കുണ്ടലഃ മത്തഃ വൈജയന്ത്യ ച മാലയ ബിഭ്രസ്മിത മുഖാംഭോജം സേത പ്രാലേയഭൂഷിതം. ഷഗ്ഗി ഏക കുണ്ടലഃ, ഷഗ്ഗി ധാരാളം മാലകൾ ധരിച്ചവനും വൈജയന്തിയ മാല, വൈജയന്തി എന്ന മാലയോട് ഉപലക്ഷിത കൂടിയവനും, അതായത് വനമാല, വനങ്ങളിലെ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന മാല, വനമാല ധരിച്ചവനും, ഏക കുണ്ടലഹ ഒരു കുണ്ടലത്തോട് കൂടിയവനും, മത്ത മതിച്ചവനും, അതായത് വാരിണി മദ്യം കഴിച്ച് മത്തനായി, സേത പ്രാലേയ ഭൂഷിതം, സേത വിയർപ്പാകുന്ന മഞ്ഞിത്തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട്, അതായത് മദ്യം കുടിച്ച് സ്ത്രീകളുമായിട്ട് ക്രീഡ നടത്തി കാട്ടിക്കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം വിയർപ്പൊക്കെ ഒലിച്ച് സ്മിതമുഖാംബോജം, ഒരു പുഞ്ചിരിയോടുകൂടിയ മുഖത്തെ വഹിച്ചു. അപ്പൊ കഴുത്തിലും തലയിലും അനേക മാലകളൊക്കെ ധരിച്ച് മുട്ടുവരെ ഇഴഞ്ഞുകിടക്കുന്ന വൈജയന്തി മാല ധരിച്ച് മുഖത്ത് പൊടിഞ്ഞിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ താമരദളത്തിൽ പറ്റിയിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പോലെ മനോഹരമായി ഒരു അലങ്കാരമായിരുന്നു. ഈ വിധമിരിക്കുന്ന ബലരാമൻ കാടുകളിൽ കൂടി സഞ്ചരിച്ചു. ഷഗ്ഗേകുണ്ടലോ മത്തോ വൈജയന്ത്യാച്ച മാലയ വിഭ്രസ്മിത മുഖാംബോജം സേതപ്രാലേയഭൂഷിതം. ശ്ലോകം 23. സാജുഹാവയമുനാം ജലക്രീഡാർത്ഥമീശ്വരഃ നിജവാക്യം അനാദൃത്യ മത്ത ഇത്യാപകാംബല അനാഗതം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. സഹ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥം ഈശ്വരഃ നിജവാക്യം അനാദൃത്യ മത്ത ഇതി ആപകാം ബലഃ അനാഗതാം ഹലാഗ്രേണ കുപിതഃ വിചകർഷഃ. സ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥം ഈശ്വരഃ സഹ എല്ലാറ്റിലും ശക്തനായ അവൻ ജലക്രീഡാർത്ഥം ജലക്രീഡയ്ക്കായിക്കൊണ്ട് യമുനയെ ആജുഹാവ ആഹ്വാനം ചെയ്തു. അപ്പൊ ഇനി അടുത്ത് കാട്ടിൽ സഞ്ചരിച്ചു, അടുത്ത് ജലക്രീഡ ചെയ്യണം. അപ്പൊ യമുന നദിയോട് പറഞ്ഞു, എന്റെ അടുത്തോട്ട് വരണമെന്ന് പറഞ്ഞു. മത്തഹ ഇത് മതിച്ചവൻ എന്ന് വിചാരിച്ച് നിജവാക്യം തന്റെ വാക്യത്തെ അനാദൃത്യം ആദരിച്ചില്ല.
അപ്പോൾ മദ്യം കുടിച്ച് മതിച്ചവനല്ലേ യമുനാ നദി അതിനെ ആദരിച്ചില്ല. ആദരിക്കാതെ അനാഗതാം വരാതിരിക്കുന്ന ആപകാം നദിയെ യമുനാ നദിയെ കുപിതക ദേഷ്യപ്പെട്ട് ഹലാഗ്രേണ തന്റെ കലപ്പയുടെ അഗ്രം കൊണ്ട് ബിജകർഷാഹ ആകർഷിച്ചു. കലപ്പയുടെ അഗ്രം കൊണ്ട് യമുനാ നദിയെ ഇങ്ങോട്ട് വലിച്ചു. തന്റെ അടുത്തേക്ക് വരാൻ ആ യമുനാ നദിയെ കലപ്പയുടെ അഗ്രം കൊണ്ട് വലിച്ചു. അതായത് യമുനയിൽ നിന്നൊരു ചാല് തന്റെ സമീപത്തേക്ക് ഉണ്ടാക്കി. ആ ജുഹാവയമുനാം ജലക്രീഡാർത്ഥം ഈശ്വര നിജവാക്യമനാദൃത്യ മത്തൈത്യാപകാംബലാം അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. ശ്ലോകം 24. പാപേ ത്വം മാമവജ്ഞായ യത്നായാസി ന്യായാസി മയാഹുത നേഷ്യേ ത്വം ലാംഗലാഗ്രേണ ശതഥാ കാമചാരിണീം. പാപേ ത്വം മാം അവജ്ഞായ യത് ന്യായാസി മയാ ആഹൂത നേഷ്യേ ത്വാം ലാംഗല അഗ്രേണ ശതത കാമചാരിണി. പാപേ യമുന നദിയെ വിളിക്കുകയാണ്. അല്ലെ പാപി ത്വം നീ മയ എന്നാൽ ആഹൂത വിളിക്കപ്പെട്ടവളായിട്ട് മാം എന്നെ അവജ്ഞായ അപമാനിച്ചു. ഞാൻ വിളിച്ചപ്പോ നീ വന്നില്ല, എന്നെ നീ അപമാനിച്ചു. ന്യായാസീതി വരുന്നില്ല എന്ന ഹേതുവാൽ കാമചാരിണി ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന ത്വം നിന്നെ ലാംഗുലാഗ്രേണ കലപ്പയുടെ അഗ്രം കൊണ്ട് ശതത അനേകമായിട്ട് നേഷ്യെ ഛിന്ന ഭിന്നമാക്കുന്നുണ്ട്. നിന്നെ ഇതാ ഞാൻ ഇപ്പൊ അനേക ആയിട്ട് ഒറ്റയ്ക്ക് ഒരേ വശത്തോട്ട് ഒഴുകുന്ന നദിയെ പല ദിക്കിലാക്കി ഞാൻ ഇപ്പൊ നിന്നെ ഛിന്ന ഭിന്നം ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് യമുനയോട് ദേഷ്യപ്പെട്ടു. പാപേ ത്വം അവജ്ഞായ യജ്ഞായാസി മയാഹുത നേഷ്യേത്വം ലാംഗുലാഗ്രേണ ശതത കാമരൂപിണി ചാരിണീം. ശ്ലോകം 25. ഏവം നിർഭത്സിതാ ഭീത യമുനായതു നന്ദനം ഉവാച ചകിതാവാചം പതിതാ പാദയോർ നൃപാം. ഏവം ഇപ്രകാരം നിർഭത്സിത ഏറ്റവും ഭർസനം ചെയ്യപ്പെട്ടു, അതായത് ശകാരിച്ചു യമുനെ. പാപി ദുഷ്ടേ, നീ ഞാൻ പറഞ്ഞ കേൾക്കൂലല്ലേ, എന്നാ പിന്നെ ഇപ്പം തന്നെ ഞാൻ നിന്നെ ഇപ്പൊ ചിന്ന ഭിന്നമാക്കും എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ചപ്പോൾ ഭീത ഭയപ്പെട്ടുപോയി. യമുനാ നദി ഭയപ്പെട്ടുപോയി. യമുനാ നദി ചകിത വിറച്ചുകൊണ്ട് പാദയോഹോ പാദങ്ങളിൽ പതിത യമുനാ നദി വന്ന് അതായത് ബലരാമന്റെ അടുത്തോട്ട് ഒഴുകി വന്ന് പാദങ്ങളിൽ നമസ്കരിച്ചു. യദുനന്ദനം യദുപുത്രനോട് വാചം വാക്കിനെ ഉവാച പറഞ്ഞു. ഭയപ്പെട്ട യമുനാ നദി തന്റെ ദിവ്യരൂപം ധരിച്ച് പാദങ്ങൾ വന്ന് നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഏവം നിർഭത്സിതാ ഭീത യമുനാമേതു നന്ദനം ഉവാച ചകിതാ വാചം പതിതാ പാദയോർ നൃപാം. ശ്ലോകം 26. രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യ ഏകാംശേന വിധൃത ജഗതി ജഗതപദേ. തവ അങ്ങയുടെ വിക്രമം പരാക്രമത്തെ ന ജാനേ ഞാൻ അറിയുന്നില്ല. ജഗത ലോകത്തിന്റെ പദേ ഭർത്താവേ യസ്യ യാതൊരുവന്റെ ഏകാംശേന ഒരംശത്താൽ ജഗതി ഭൂലോകം വിധൃത ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ യമുനാ നദി പറയാണ്, അല്ലയോ ഹേ രാമ രാമ, ഹേ പരാക്രമശാലി, അങ്ങയുടെ പരാക്രമത്തെ മാഹാത്മ്യത്തെ ഞാൻ അറിയുന്നില്ല. ആദിശേഷമൂർത്തിയായിരിക്കുന്ന അങ്ങ് ഏകാംശത്താൽ തന്നെ ഈ ലോകത്തെ മുഴുവനും ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഭൂമിയെ താങ്ങി നിർത്തുന്നത് സംഘർഷണനാണ്. അപ്പൊ ആ ഭൂമിയെ താങ്ങി നിർത്തുന്ന അങ്ങ് ആദിശേഷൻ, അങ്ങയുടെ മഹത്വം ഞാൻ അറിയാതെ അപരാധം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യ ഏകാംശേന വിധൃത ജഗതി ജഗതപദേ. ശ്ലോകം 27. പരംഭാവം ഭഗവതോ ഭഗവൻ മാമജാനതിം മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സലാം. പരംഭാവം ഭഗവതഃ ഭഗവൻ മാമജാനതി. ഭഗവൻ ഹേ ഭഗവാനായുള്ളവനെ, ഭഗവത ഭഗവാന്റെ പരംഭാവം ഉത്കൃഷ്ടഭാവത്തെ അജാനീത് അറിയാത്തവളും പ്രപന്ന ശരണാഗതയുമായ മാം എന്നെ വിശ്വാത്മൻ സർവ അന്തര്യാമിൻ ഭക്തവത്സല ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനെ മോചിപ്പിക്കാനായിക്കൊണ്ട് അർഹസ്യ അർഹിക്കുന്നു. അങ്ങ് എന്നെ മോചിപ്പിച്ചാലും അങ്ങയുടെ
വൈഭവം അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ അങ്ങേ ശരണം പ്രാപിച്ച എന്നെ അങ്ങ് വിട്ടയക്കണമേ, എന്നെ ഛിന്ന ഭിന്നമാക്കല്ലേ എന്ന് പറയുകയാണ്. പരംഭാവം ഭഗവതോ ഭഗവാൻ മാം അജാനതീം മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സല. ശ്ലോകം 28. തതോ വ്യമുഞ്ചത് യമുനാം യാജിതോ ഭഗവാൻ ബലഹ വിജഗാഹ ജലം സ്ത്രീഭി കരേണുഭിർ ഇവേ ഭരാട്. തതോ വ്യമുഞ്ചത് യമുനാം, തതഃ വ്യമുഞ്ചത് യമുനാം യാജിതഃ ഭഗവാൻ ബലഹ. യാജിതഃ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ബലഹ, ഭഗവാനായ ബലരാമൻ. തതഃ അനന്തരം യമുന വ്യമുഞ്ചത്, യമുനയെ മോചിപ്പിച്ചു. കരേണുഭി പിടിയാനകളോടുകൂടി ഇഭരാട്, കരേണുഭി ഇവ ഇഭരാട് എന്നാണ്. കരേണുഭിരിവേ ഭരാട്, കരേണുഭിഹി ഇവ ഇഭരാട്. കരേണുഭി എന്ന് വെച്ചാൽ പിടിയാനകളോടുകൂടി, ഇഭരാടിവ മത്തഗജം പോലെ, പിടിയാനകളോടുകൂടി മതിച്ച ഗജം ആന എങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കുമോ അതുപോലെ സ്ത്രീകളോടുകൂടി ജലത്തെ വിജഗാഹ പ്രവേശിച്ചു. അപ്പോ പിടിയാനകളോടുകൂടി കൊമ്പനാന ജലത്തിൽ കിടന്ന് ക്രീഡിക്കുന്നത് പോലെ ബലരാമൻ ഗോപസ്ത്രീകളുമായി ജലത്തിൽ ക്രീഡിച്ചു. തതോ വ്യമുഞ്ചത് യമുനാം യാജിതോ ഭഗവാൻ ബലഹ വിജഗാഹ ജലം സ്ത്രീഭി കരേണുഭിർ ഇവേ ഭരാട്. ശ്ലോകം 29. കാമം വിഹൃത്യ സലില ഉദീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തി ശുഭാം സജം. കാമം വിഹൃത്യ സലില, കാമം ഇഷ്ടം പോലെ വിഹൃത്യ കളിച്ചിട്ട് വെള്ളത്തിൽ കിടന്ന്, സലില ജലത്തിൽ കിടന്ന് ഇഷ്ടം പോലെ കളിച്ച്, ഉദീർണായ മേൽപോട്ട് വന്നവനായ ബലരാമനായിക്കൊണ്ട്, അസിതാംബരെ അപ്പൊ കുളിച്ച് ജലക്രീഡയൊക്കെ നടത്തി കേറിയ ബലരാമനായിക്കൊണ്ട്, അസിതാംബരെ നല്ല നീല നിറത്തിലുള്ള 2 വസ്ത്രങ്ങളും, മഹാർഹാണി വിലമതിക്കാൻ കഴിയാത്ത ഭൂഷണങ്ങളും, ശുഭാം ശോഭനമായ സ്രജം മാലയും, കാന്തിഹി ലക്ഷ്മി ദദൗ ദാനം ചെയ്തു. അപ്പൊ ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? ജലക്രീഡ ചെയ്ത് ശേഷം മേൽപോട്ട് കയറി വന്ന ബലരാമന്റെ മുമ്പ് പ്രത്യക്ഷമായിട്ട് വന്നിട്ട് 2 നീല വസ്ത്രങ്ങൾ, ഏറ്റവും വിലപിടിച്ച ആഭരണങ്ങൾ, ശോഭനമായ മാല, ഇതെല്ലാം ബലരാമന് ലക്ഷ്മി ദേവി സമ്മാനിച്ചു, മഹാലക്ഷ്മി സമ്മാനിച്ചു. കാമം വിഹൃത്യ സലില ഉദീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തി ശുഭാസ്രജം. ശ്ലോകം 30. വസിത്വാ വാസസി നീലേ മാലാമാമുച്യ കാഞ്ചനീം രേജേ സ്വലംകൃതോ ലിപ്തോ മാഹേന്ദ്ര ഇവ വാരണഃ. വസിത്വാ വാസസി നീലേ മാലാം ആമുച്യ കാഞ്ചനീം രേജേ സ്വലംകൃതഃ ലിപ്തഃ മാഹേന്ദ്ര ഇവ വാരണഃ. നീല നിറത്തിലുള്ള വാസസി വസ്ത്രങ്ങളെ വസിത്വ ഉടുത്തിട്ട്, അതായത് മഹാലക്ഷ്മി കൊടുത്ത നീല നിറത്തിലുള്ള വസ്ത്രത്തെ ബലരാമൻ ഉടുത്തിട്ട്, കാഞ്ചനി സ്വർണം കൊണ്ടുണ്ടാക്കിയ മാലയെ ആമുച്യ സ്വർണം കൊണ്ടുണ്ടാക്കിയ മാല ധരിച്ചു, സ്വര അലങ്കൃതം നന്നായി അലങ്കരിച്ച്, ലിപ്തഃ ലേപനം ചെയ്യപ്പെട്ടവനായി, അതായത് മാല കഴുത്തിലണിഞ്ഞ് എല്ലാ ആഭരണങ്ങളൊക്കെ ധരിച്ച് സർവാലങ്കാര ഭൂഷിതനായി ലേപനം ചെയ്യപ്പെട്ട് ശരീരത്തിലൊക്കെ ലേപനമൊക്കെ ചെയ്തു. മഹേന്ദ്രഹ അപ്പൊ അങ്ങനെ സുന്ദരനായി സർവാഭരണ വിഭൂഷിതനായി വന്ന ബലരാമനെ കാണുമ്പോൾ മാഹേന്ദ്രഹ ഇന്ദ്രനെ സംബന്ധിച്ച വാരണായിവ ആനയെപ്പോലെ രേജി ശോഭിച്ചു. ഇന്ദ്രന്റെ ആന വാഹനം ഏതാണ്? ഐരാവതം. ഒരു ഐരാവതം കയറി വരുന്നത് പോലെ, അതായത് ജലത്തിൽ നിന്ന് കുളിച്ചിട്ട് കയറി വരികയല്ലേ. അപ്പൊ ഐരാവതം നല്ല ഭംഗിയുള്ള ആനയാണല്ലോ. അപ്പൊ ഐരാവതം അലങ്കരിച്ച് കയറി വരുന്നത് പോലെ, നേരത്തെ പറഞ്ഞല്ലോ മത്തഗജം പോലെ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഐരാവതം എന്ന പോലെ വിളങ്ങി. വസിത്വാ വാസസി നീലേ മാലാമാമുച്യ കാഞ്ചനീം
രേജേ സ്വലംകൃതോ ലിപ്തോ മാഹേന്ദ്രൈവ വാരണക. ശ്ലോകം 31. അദ്യാപിത ദൃശ്യതേ രാജൻ യമുനാകൃഷ്ടവർമ്മന ബലസ്യാനന്ദ വീര്യസ്യ വീര്യം സൂചയതീവഹി. അദ്യ അഭി ദൃശ്യതേ രാജൻ യമുന ആകൃഷ്ടവർമ്മന ബലസ്യ അനന്തവീര്യസ്യ വീര്യം സൂചയതീവ ഹി. അനന്തവീര്യസ്യ, അനന്തവീര്യമുള്ള പരാക്രമത്തോടുകൂടിയ, ബലസ്യ ബലന്റെ വീര്യം, വീര്യത്തെ സൂചയതീവ സൂചിപ്പിക്കുന്നവളോ എന്ന് തോന്നുമാറ് രാജൻ, ഹേ രാജാവേ, ആകൃഷ്ടവാത്മന ആകർഷിക്കപ്പെട്ട വഴിയിൽ കൂടി അദ്യാപി ഇപ്പോഴും യമുന ദൃശ്യതയെ കാണപ്പെടുന്നു. അപ്പൊ അതിപരാക്രമശാലിയായ ബലരാമന്റെ വീര്യത്തെ സൂചിപ്പിക്കുന്ന എന്ന് തോന്നുമാറ്, അതായത് കലപ്പ് കൊണ്ട് യമുനാ നദിയെ ഭഗവാൻ വലിച്ചല്ലോ. അപ്പോൾ യമുനാ നദി അല്പം വളഞ്ഞൊഴുകി. ആ യമുനാ നദി ഇന്നും ബലരാമൻ ആകർഷിച്ച വഴിയിൽ കൂടി വളഞ്ഞൊഴുകുന്നത് കാണാം. അപ്പോൾ യമുനാ നദി അല്പം ഒരു വളവോടെ ഗോകുലത്തിന്റെ സ്ഥാനത്ത് വൃന്ദാവനത്ത് വരുമ്പോൾ അല്പം വളഞ്ഞൊഴുകുന്നു. അത് ബലരാമൻ വലിച്ചതാണ്. അദ്യാപി ദൃശ്യതേ രാജൻ യമുന ആകൃഷ്ടവർമ്മന ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവഹി. ശ്ലോകം 32. ഏവം സർവാനിശായാത ഏകേവ രമതോ വ്രജേ രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യൈ വ്രജയോക്ഷിതാം. ഏവം സർവാഹ നിശാഹ യാതാഹ ഏക ഏവ രമതഃ വ്രജേ രാമസ്യ ആക്ഷിപ്ത ചിത്തസ്യ മാധുര്യൈഹി വ്രജയോക്ഷിതാം. ഏവം ഇപ്രകാരം വ്രജയോക്ഷിതാം വ്രജസ്ത്രീകളുടെ മാധുര്യൈഹി മാധുര്യങ്ങളാൽ ആക്ഷിപ്ത ചിത്തസ്യ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവനും വ്രജേ വ്രജത്തിൽ രമതഃ രമിക്കുന്നവനുമായ രാമസ്യ രാമന്റെ സർവാദിശ എല്ലാ രാത്രികളും സർവാഹ നിശാഹ എല്ലാ രാത്രികളും ഏകാനിശായിവ ഒരു രാത്രി എന്ന പോലെ യാഥാഹ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ബലരാമൻ അവരുടെ ഗോപസ്ത്രീകളുടെ പരാതികളെല്ലാം തീർക്കാൻ വേണ്ടി 2 മാസക്കാലം അവിടെ താമസിച്ച് അവരോടുകൂടി രതിക്രീഡയും ജലക്രീഡയും വനക്രീഡയും എല്ലാം നടത്തി. അപ്പൊ അവരെ രമിപ്പിച്ചു കൊണ്ടിരുന്ന രാമന്റെ മാനസം അവരുടെ മധുര ഭാഷണത്താൽ ആകർഷിക്കപ്പെട്ടതിനാൽ അവിടെ താമസിച്ച കാലത്തെ എല്ലാ രാത്രികളും 2 മാസം താമസിച്ചുവെങ്കിലും അപ്പൊ അവര് ഭഗവാനെ അത്ര സന്തോഷിപ്പിച്ചു ബലരാമനെ. അപ്പൊ ബലരാമന് 2 മാസം ഒരു രാത്രി കഴിഞ്ഞതുപോലെ മാത്രമേ തോന്നിയുള്ളൂ. ഗോപസ്ത്രീകൾക്കും അതുപോലെ തന്നെ അതിസന്തോഷം അവിടെ അധിക നാൾ താമസിച്ചതായിട്ട് ബലരാമന് തോന്നിയില്ല. ഒരു ദിവസം കഴിഞ്ഞെന്നേ തോന്നിയുള്ളൂ. അത്രയധികം സുഖത്തിൽ ബലരാമൻ ഗോകുലത്തിൽ കഴിച്ചുകൂട്ടി. അങ്ങനെ ബലരാമൻ ഗോപസ്ത്രീകളുടെ കൃഷ്ണൻ എത്താത്തയിലെ പരാതികളെല്ലാം തീർത്തു കൊടുത്ത് അവരെ വളരെ സന്തോഷിപ്പിച്ചു. ബലരാമന് സന്തോഷമായി. അങ്ങനെ 2 മാസം ഗോകുലത്തിൽ തന്നെ ബലരാമൻ കഴിച്ചുകൂട്ടി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.